പ്രകൃതി വ്ളോഗ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കണ്ടാലോ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ അതിനായിട്ട് ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ആ ഉരുണ്ട ഫുള്ള് ഇതിനകത്ത് ചേർക്കുന്നില്ല, അത് ഹാഫ് എടുക്കുന്നുള്ളൂ. അത് ചീകി എടുക്കണം, കാരണം അരയ്ക്കുമ്പോൾ അത് ശരിക്കും കട്ടയായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിനാട്ടോ ചീകി എടുത്തിരിക്കുന്നത്. 4 ഞാലിപ്പൂമ്പഴം എടുത്തിട്ടുണ്ട്. പാളയംകുളമ്പഴമാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഞാലിപ്പൂവിനെടുത്ത് എൻ്റെ കയ്യിലതേ ഉണ്ടായിരുന്നുള്ളൂ. കുതിർത്തി വെച്ച അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ആ കൂടേക്ക് പഴവും ചീകി വെച്ചിരിക്കുന്ന ശർക്കരയും ഇത് അരയ്ക്കാൻ എളുപ്പത്തിന് ഒരു കുറച്ച് മാത്രം വെള്ളവും ചേർത്ത് അരച്ചെടുക്കുവാണ്. അരച്ചെടുത്ത് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. ജീരകവും എള്ള് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊട്ടത്തേങ്ങ ഇത് നെയ്ക്കകത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കൊട്ടത്തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതും നല്ലപോലെ മൂപ്പിച്ച് അത് ബ്രൗൺ കളറായി വന്നു കഴിയുമ്പം അതിലേക്ക് എള്ളും ജീരകവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ജീരകം പൊട്ടി വരുന്നതാണ് അതിൻ്റെ മൂപ്പ്. അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ആ അരച്ചു വെച്ചിരിക്കുന്ന നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് നമ്മൾ ചേർക്കണം. ആ മാവിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു അപ്പക്കര വച്ചിട്ടുണ്ട്. അപ്പക്കര നല്ലപോലെ ജലാംശം എല്ലാം പോയി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒരു ഹാഫ് കുഴി വീതം ഒഴിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് കവിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹാഫ് കുഴി വീതം ഒഴിച്ചിട്ട് അത് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ മാവ് ഒഴിക്കാൻ എളുപ്പത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല വക്കുള്ള ഗ്ലാസ് വേണേ. അപ്പം ഞാൻ ആ എണ്ണ മൂത്ത് കഴിയുമ്പോൾ അത് ഒഴിക്കുക. അതൊരു 3/4 ഭാഗം ഞാൻ ഒഴിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ അതും കവിഞ്ഞ് വല്ലാത്ത ഇതായി പോവും. അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് പാകമായി വരുമ്പോൾ തനിയെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റാണെങ്കിൽ തന്നെ വിട്ട് വരും. അപ്പം നമ്മളൊന്ന് മറിച്ചിട്ടാൽ മതി. ഞാൻ അതിനായിട്ടൊരു ഈർക്കിളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ടില്ല, സ്റ്റീലിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് കാണാതെ പോയി. അത് കാരണം ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഈർക്കിളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് തിരിച്ചും മറിച്ച് വിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. ഇല്ല എങ്കിൽ പുറമെല്ലാം മുരിഞ്ഞ് വരികയും ചെയ്യും, അകം വേവുകയും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വീണ്ടും മാവ് മിച്ചമുള്ള മാവും കൂടെ ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. സീ യു, ബൈ.